അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് എത്ര ദുആ ചെയ്താലും മതിയാവാത്ത ഒരു വിഭാഗമായി മാറി നമ്മുടെ വയനാട്ടിലെ ആ പാവപ്പെട്ട സഹോദരിമാര് സഹോദരങ്ങൾ. അള്ളാഹുവെ പടച്ചവനെ, ആ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, അവരൊക്കെ ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടാൻ വളരെയധികം ഭാഗ്യം ചെയ്തവരാണ് റഹ്മാനെ. അവർക്കെല്ലാവർക്കും നീ ശുഹദാക്കളുടെ വലിയ ഉന്നതമായ പദവി നീ കൊടുക്കണേ അല്ലാ. നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അതുപോലെ തന്നെ അവിടെ മരണപ്പെട്ടുപോയ ആളുകളുടെ ബന്ധുമിത്രാദികളൊക്കെ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ഇനി അവർക്ക് 100 കോടി കൊടുത്താലും അവർക്കത് മതിയാവുമോ? മതിയാവെന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ട അത്രയും മാത്രം അവർക്ക് വേണ്ടപ്പെട്ടവരാണ്. വാപ്പയെ നഷ്ടപ്പെട്ടവർ, ഉമ്മയെ നഷ്ടപ്പെട്ടവർ, അതുപോലെ ഭാര്യ മക്കളെയൊക്കെ നഷ്ടപ്പെട്ടവർ. അവർക്കിനി എത്ര പൈസ കിട്ടിയാലും എന്താ, അവരുടെ ഉടയവരും ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? അല്ലാഹു തആല അവർക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. മുഹറം മാസത്തിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന ദുആകൾ സ്വീകരിക്കട്ടെ. ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തു എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാനും പ്രതിസന്ധികൾ മാറി എല്ലാവിധ നന്മയും കിട്ടാനുള്ള അതിപ്രധാനപ്പെട്ട ചില ദിക്ർ ഔറാദുകളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ പറയുന്നത്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ആ മരണപ്പെട്ടുപോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. 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 മഴ അധികമായി പോയാൽ നമുക്ക് മഴ വേണം, വെള്ളം വേണം, മഴ വേണം. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം. ബാക്കി മഴ പെയ്യുകയാണെങ്കിൽ അത് വലിയൊരു അദാബിന്റെ മഴയായി മാറും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലത്തും നല്ല ശക്തമായ മഴയുണ്ട്. പല സ്ഥലത്തും റെഡ് അലർട്ടുകൾ, ഓറഞ്ച്, യെല്ലോ അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് മഴ അധികമായി നമുക്ക് നാശമുണ്ടാവാതെ ഖൈറായ മഴ കിട്ടണം, ഷർറായ മഴയെ തൊട്ടുള്ള കാവൽ കിട്ടണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ഒരു ദുആ മഹാനായ ബുഖാരി ഇമാം തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള മഴ അധികമായാലുള്ള ദുആയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ, ഞങ്ങൾക്ക് പെയ്യുന്ന മഴ അത് നീ ഖൈറാക്കണേ, അമിതമായി പെയ്യുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അതുപോലെ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ലിറാബി വ ബുതൂനിൽ ഔദിയതി വ മനാബിതി ഷജർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പെയ്യുന്ന മഴ അത് ഖൈറാക്കണം, അമിതമായി ഞങ്ങൾക്ക് മഴ തരരുത്. അതുപോലെ ഞങ്ങൾക്ക് മതിയായി, മഴ മതിയായി, ഇനി ബാക്കിയുള്ള മഴ എങ്ങോട്ട് കൊടുക്കണം? മഴയില്ലാത്ത പ്രദേശങ്ങളും അതുപോലെ മരഞ്ചെരുവിലും അതുപോലെ തന്നെ മേൽച്ചിൽ സ്ഥലങ്ങളിലും മലകളിലും താഴ്വരകളിലും അതുപോലെ കാടുകളിലും ഒക്കെയായി നീ മഴ പെയ്യിപ്പിക്കണേ, ഞങ്ങൾക്ക് മഴ മതി എന്ന ആ ഒരു അർത്ഥം വരുന്ന ദുആയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് അധികരിപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുമ്മ അലൽ ആകാമി വൽ ലിറാബി
وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب وبطون الأودية ومنابت الشجر അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുള്ള വലിയ കാവൽ കിട്ടാൻ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. ദുആ ചെയ്യുന്ന സമയത്ത് യാ സലാമു യാ അല്ലാ എന്ന അള്ളാഹുവിന്റെ ഇസ്മു നമ്മൾ പറഞ്ഞിട്ട് ദുആ എന്നാൽ നമ്മുടെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. രക്ഷ നൽകുന്നവനെ, അല്ലെ, അള്ളാഹുവാണ് നമുക്ക് രോഗങ്ങളിൽ നിന്നും രക്ഷ നൽകേണ്ടത്, അപകടങ്ങളിൽ നിന്നും രക്ഷ നൽകേണ്ടത് അള്ളാഹുവാണ്, രോഗങ്ങളിൽ നിന്നും രക്ഷ നൽകേണ്ടത് അള്ളാഹുവാണ്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നൽകേണ്ടത് അള്ളാഹുവാണ്, എല്ലാ ആപത്ത് മുസീബത്തുകളും തടയേണ്ടതും അള്ളാഹുവാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ നല്ല രൂപത്തിൽ യാ സലാമു യാ അല്ലാ എന്ന ഇസ്മും കൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാ അള്ളാഹ് ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. യാ സലാമു യാ അല്ലാഹ് 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 യാ സലാമു യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ മരണപ്പെട്ടു പോയ വയനാട്ടിലെ ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാൻ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അവരുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ നമ്മളെ സമീപിച്ചാൽ എന്തെങ്കിലുമൊക്കെ അവശ്യ സാധനങ്ങൾ, പുതപ്പ്, അതുപോലെ തന്നെ ഭക്ഷണം, വെള്ളം, വസ്ത്രം അതൊക്കെ ചോദിച്ചാൽ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ പൈസയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള വസ്തുക്കളായിട്ടോ നമ്മൾ കൊടുക്കുക. ഇപ്പം ഇതിൻ്റെ പേരിൽ ഒരുപാട്, ഈ വയനാട് ഉരുൾപൊട്ടിയതിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി അവർക്ക് എത്താത്തൊരവസ്ഥ ഉണ്ടാവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ഉറപ്പുണ്ടാവണം.
നമ്മളുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ സന്നദ്ധ പ്രവർത്തകർ തന്നെയാണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ അതുപോലെ അല്ലെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ പൈസയൊക്കെ നമ്മൾ കൈമാറാൻ പാടുള്ളൂ. ഇത് അവരിലേക്ക് എത്തും. ആ ദുരന്ത ബാധിത പ്രദേശത്തുള്ള പാവപ്പെട്ട ആളുകളിലേക്ക് ഈ പൈസ എത്തും, അല്ലെങ്കിൽ ഈ സാധനം എത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. അല്ലാതെ നമ്മൾ വെറുതെ കൊടുക്കരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിന്ന് ചെറിയ രൂപത്തിൽ അവർക്ക് വേണ്ടി ദുആരക്കാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ, ഞങ്ങളുടെ ദിക്റിനെ, ഞങ്ങളുടെ തസ്ബീഹിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെല്ലാവരും വലിയ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട വയനാടിലെ സഹോദരന്മാർ അല്ലാഹുവേ, ആ വലിയ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും ആ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അല്ലാഹുവേ റബ്ബേ, അവർക്കെല്ലാവർക്കും നീ ക്ഷമ പ്രദാനിക്കണേ അല്ലാ. മാരകമായ അതുപോലുള്ള അവസ്ഥകൾ വരുന്നതിനെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളെ പോലും കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ. എല്ലാവർക്കും നീ ക്ഷമ പ്രദാനിക്കണേ അല്ലാ. അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഖൈറായ മഴ തരണേ അല്ലാ. ഷർറായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കം വരുന്നതിനെ തൊട്ട് അതുപോലുള്ള മറ്റവസ്ഥകൾ, ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ സമ്പത്തിനും ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും കൂടി ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് വിശാലമായ അവസാനം ദുആ ചെയ്യാം. പരിശുദ്ധമായ മുഹറം മാസം തീരാൻ ഒരുങ്ങുകയാണ്. പുണ്യമായ സഫർ മാസം കടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്, സഫർ മാസം അതൊരു ദുശ്ശകുനത്തിൻ്റെ ഒന്നിനും കൊള്ളാത്ത മാസമൊക്കെയാണെന്ന് ഇപ്പോഴേ ധരിച്ചു വെച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ ഇപ്പം തന്നെ പറയട്ടെ, സഫർ മാസം ഒരു കുഴപ്പമില്ല. സഫർ ഒരു കുഴപ്പമില്ല. വലാ സഫറ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞത്. ഒരു കുഴപ്പമില്ലാത്ത മാസമാണ്. ഇൻഷാ അല്ലാഹ് സഫർ മാസവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ അമലുകൾ നമുക്ക് അധികരിപ്പിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം, അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മോർണിംഗ് വീഡിയോ ആയിട്ട് പറയാം. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആമീൻ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദേ ഈ ഇപ്പോൾ ചെല്ലുന്ന ഈ ദിക്ർ, ഇതിപ്പോൾ മഗ്‌രിബിന് ശേഷമാണല്ലോ ഇപ്പോൾ നമ്മൾ സാധാരണ ദിക്റിൻ്റെ മജ്‌ലിസ് തുടങ്ങുന്നത്. ഇത് ഞങ്ങൾക്ക് നാളെ പകൽ ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? രാത്രി ചൊല്ലേണ്ട ദിക്റുകൾ മാത്രമാണോ? ഈ ദിക്റുകൾ രാത്രി മാത്രമാണോ ചൊല്ലേണ്ടത്? രാത്രി ഞങ്ങൾക്ക് ചൊല്ലാൻ സമയം കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് നാളെ പകൽ ചൊല്ലാമോ എന്ന് ചോദിച്ചവരുണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് രാത്രി എന്നില്ല, പകലെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ അദ്കാറുകളാണ് നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ പറയുന്നത്. ഇത് ഒറ്റക്ക് ചൊല്ലാം, കൂട്ടമായിട്ട് ചൊല്ലാം. ഇപ്പോൾ നമ്മുടെ ഈ മജ്‌ലിസിൽ നമ്മുടെ കൂടെ, ഇപ്പോൾ ഉസ്താദിൻ്റെ കൂടെ ചൊല്ലാമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് ഒറ്റക്കിരുന്ന് ചൊല്ലാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അത് പറയുന്നുണ്ട്. അത് നമുക്ക് ഒറ്റക്കിരുന്ന് ചൊല്ലാം. നമ്മുടെ കൂടെ തന്നെ ചൊല്ലണമെന്നില്ല, ഒറ്റക്കിരുന്ന് ചൊല്ലാം. അതുപോലെ തന്നെ എണ്ണം കൂടുതൽ ചൊല്ലാം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ആ ഒരു ദിക്ർ ചിലപ്പോൾ 1000 വട്ടം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് സെപ്പറേറ്റ് ഇരുന്നിട്ട് 1000 വട്ടം ചൊല്ലാം. നമ്മുടെ കൂടെ തന്നെ ചൊല്ലണമെന്നില്ല. നമ്മളിപ്പോൾ എന്താണ് ഒരുപാട് കൂടിപ്പോവാതിരിക്കാൻ ഒരു ദിക്ർ തന്നെ ഒരു 3-3.5 മിനിറ്റ് മാത്രമേ നമ്മൾ ഒരു ദിക്ർ ചൊല്ലാറുള്ളൂ. പിന്നെ അടുത്ത ദിവസമാണ് നമ്മൾ അത് ബാക്കി ചൊല്ലാറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒറ്റക്കിരുന്ന് ചൊല്ലാം, ഇത് കൂട്ടമായിട്ട് ചൊല്ലാം, നമ്മുടെ മജ്‌ലിസിലിരുന്ന് ചൊല്ലാം. അതല്ലാതെ രാത്രിയും പകലുമൊക്കെയായി നമുക്ക് ചൊല്ലാവുന്ന ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ദുന്യവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ ഒരുപാട് കിട്ടാനാണ് നമ്മൾ ഈ ഒരു ദിക്റിൻ്റെ മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഖൈറും തരട്ടെ, നമ്മുടെ മജ്‌ലിസിനെ ഖബൂലാക്കട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ ദുആരക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ഒരു ദിക്റിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ എല്ലാവരും അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ
ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ തൃപ്തിയുള്ളത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആ ഒരു പുണ്യമായ വചനം ഈ ലോകം മുഴുവനും നമുക്ക് നിറച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിവിശാലമായ ഒരു വാക്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ ആ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ഒന്നിച്ചു പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമ്മൾ പറയുന്നത് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ സർവ്വകാര്യങ്ങളും ചോദിക്കുന്ന ഒരു ദുആയാണ്, വിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആ അല്ലേ? എല്ലാ മുഅ്മിനീങ്ങളും മുറങ്ങാതെ പറയുന്നൊരു ദുആയാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാ കാര്യവും ചോദിച്ചിട്ടുള്ള ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا
ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇനി നമ്മൾ പറയുന്നത് ദുആഉൽ ഖർബാണ്. അതായത് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്താപങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്ന, സ്വഹാബിമാർ പറഞ്ഞിരുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ദുആഉൽ ഖർബ്. ആ പേര് തന്നെ എന്താ, തുടച്ചു നീക്കുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി സലാമത്ത് തരുമാറാവട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش الكريم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. സ്വഹാബിമാരൊക്കെ അവരുടെ ജീവിതകാലത്ത് ഒരുപാട് പറഞ്ഞിരുന്നൊരു ഇസ്തിഗ്ഫാറുണ്ട്. അതൊന്ന് പറഞ്ഞാലോ? അവർ പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത ഏറെയാണ് അല്ലേ?
അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയവരാണ്. എല്ലാം അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അള്ളാഹുവിന് 99 പേരുകളുണ്ടെന്നറിയാലോ. ആ 99 പേരുകളിൽ ഏത് പേര് പറഞ്ഞാലും അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഒരുപാട് തൃപ്തിയാണ് അത് പറയുന്ന അടിമക്ക്. അത് പറയുന്ന അടിമയെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ 99 പേരിലും പല പേരുകളും ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായമുണ്ട്. അത്തരത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു പേരാണ് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു തരുമാറാവട്ടെ. ആമീൻ. യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. 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 യാ ദൽ
الجلال والإكرام يا الله يا ذا 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 الجلال والإكرام يا الله. ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ 99 പേരുകളിലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വളരെ പ്രിയമുള്ള ചില പേരുകളാണ്. ഈ പേരുകൾ പറയുന്നത് അത് പറയുന്നവരെ അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ ഒന്നിച്ചു പറയുകയാണ്. പറഞ്ഞോ, യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് 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 യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ്. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ.
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض ഇനി നമ്മൾ പറയുന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 5 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ നേട്ടങ്ങൾ നമുക്ക് വേഗത്തിൽ കിട്ടുന്ന സ്വലാത്താണ് അദദ് സ്വലാത്ത്. നമ്മളൊക്കെ ചെല്ലുന്ന സ്വലാത്താണ്. പലപ്പോഴും നമ്മൾ മജ്‌ലിസിൽ ഒരുപാട് വട്ടം ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിയതാണെന്ന് പറഞ്ഞ് ചൊല്ലാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് ചൊല്ലിയാലോ? ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ നിരവധി ഫലമാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സുന്ദരമായ പവിത്രമായ ഈ ഒരു ടൈമിൽ നമ്മൾ ചൊല്ലിയാൽ നിരവധി പ്രതിഫലമാണ്. ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على
على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله നമ്മൾ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഈ മദ്രസയിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലേ, മദ്രസയിലും അതുപോലെ തന്നെ നമ്മൾ ഈ ദുആക്ക് ശേഷമെല്ലാം ചൊല്ലുന്ന സ്വലാത്ത്, സാധാരണ സ്വലാത്ത്, ഒരുപാട് നേട്ടമുള്ള സാധാരണക്കാരുടെ സ്വലാത്ത് എന്ന് പറയാൻ പറ്റും അല്ലേ, ഒരുപാട് നേട്ടങ്ങളാണ് ആ സ്വലാത്ത്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ ദിക്റുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഇസ്മുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അപ്പോൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദ്വാരക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ, നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ആ ദ്വാ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വായിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ, ഈ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ തന്നെ അവർക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം കിട്ടുന്നതാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ ഒരുപാട് നിനക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മുത്തായ റസൂലിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ മജ്ലിസാണ് ഇരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഞങ്ങളെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാര് കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാരെയും നീ സ്വീകരിക്കണേ എല്ലാ ഉപ്പമാരെയും നീ ഖബൂലാക്കണേ കൊച്ചുമക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹു എല്ലാ സഹോദരിമാർക്കും എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാഹുവേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ ബറക്കത്ത് തരണേ ഞങ്ങളുടെ കച്ചവടം നീ ലാഭകരമാക്കണേ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ ഞങ്ങളുടെ തൊഴിലിൽ നീ ബറക്കത്ത് നൽകണേ ഞങ്ങളുടെ കൃഷിയിൽ നീ എല്ലാവിധത്തിലുള്ള ഖൈറും നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ പ്രത്യേകം ദുആരക്കാൻ വസിയ്യത്ത് പറയുന്നത് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാഹുവേ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ
എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ അല്ലാഹുവേ ഉന്നതമായ പഠനം നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അവരുടെ പഠനത്തിൽ നീ മികവ് കൊടുക്കണേ അല്ലാ. അവരുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്ക് അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക് അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട് റഹ്മാനെ, അവരുടെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവര് അല്ലാഹു വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിക്കുന്ന കാലത്തോളം നിന്നെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലായി ഇഖ്ലാസിലായി ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അതുപോലെ തന്നെ പല റിസൾട്ടുകളും പല ടെസ്റ്റിന്റെ റിസൾട്ടും കാത്തിരിക്കുകയാണ് റഹ്മാനെ. എല്ലാവർക്കും എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വേദനിപ്പിക്കല്ല റഹ്മാനെ, വിഷമിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എന്തെല്ലാം മുസീബത്തുകൾ നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ടെല്ലാ മുസീബത്ത്, ആപത്ത്, സിഹർ, കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ടുണ്ടോ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള പുണ്യമായ ദിനങ്ങളിൽ ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഫലസ്തീൻ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് പ്രദേശത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്കെല്ലാവർക്കും നീ സഹായം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ, ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ ദിക്റും ഔറാദുകളും തസ്ബീഹുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂലാക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.